ഇത് കണ്ടോ, നല്ല ഭംഗി തോന്നിയതേ. ഇങ്ങനെ മേളിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ഭയങ്കര രസമായിട്ട് കാറ്റാടി പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി താഴത്തേക്ക് വരും. ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല, നമുക്ക് തന്നെ അത് കാണുമ്പോൾ കൗതുകം തോന്നും. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണോ, ഇതിലിങ്ങനെ പൂക്കളുണ്ടായിരുന്നു. ആ പൂക്കൾ പോയതിന് ശേഷം അതിൻ്റെ കായുമായിട്ട് നിൽക്കുന്നതാണ് ഇത്. ഇത് ലീഫല്ല ശരിക്കും. ആ പൂവെല്ലാം പോയതിന് ശേഷം ഈ കായ് പറന്ന് അത് പല സ്ഥലങ്ങളിലേക്കും, നമ്മുടെ പൊങ്ങല്യം എന്നൊക്കെ പറയില്ലേ, മട്ടിപ്പൊങ്ങല്യം, നമ്മൾ തീപ്പെട്ടി കമ്പനിയിലൊക്കെ മറ്റേ തീപ്പെട്ടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോലെ തന്നെയാണ് ഇതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് ഇങ്ങനെ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് ഇങ്ങനെ കറങ്ങി 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 വീഴണ കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഈ കാറ്റത്ത് ഇതിൻ്റെ വിത്തുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു വിസ്മയമാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇത് എന്താ ചെടിയെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവുന്ന ഒരു ചെടിയല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലോ അതേപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഉൾക്കാടുകളിലൊക്കെ വളരുന്ന ഭയങ്കര ഭീമാകാരമായിട്ടുള്ള ഒരു മരമാണ്. ഒരു 40-50 മീറ്ററിന് മേളിൽ. കാരണം നമ്മുടെ കാട്ടിലൊക്കെ മരങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ ഇങ്ങനെ ആനയുടെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന പറയല്ലേ, എന്നാ തലയെടുപ്പുള്ള വീരൻ അല്ല ആന അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം ആ ഒരു രൂപത്തിൽ നിൽക്കുന്ന ഒരു മരമാണിത്. നല്ല ഹൈറ്റിലായിരിക്കും ബാക്കിയുള്ള മരങ്ങളെ അപേക്ഷിച്ച്. ഇതിൻ്റെ തലഭാഗം അത്രത്തോളം ഹൈറ്റിൽ പൊങ്ങി നിൽക്കും, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിച്ച് നിറയെ പൂക്കളായിരുന്നു. പൂക്കള സമയത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, നല്ല മഞ്ഞ കളറിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആ പൂക്കളെല്ലാം പോയതിന് ശേഷം അതിൻ്റെ വിത്തുകളാണ് ആ മരത്തിൽ മൊത്തം കാണുന്നത്. ഇനി ഈ വിത്തുകളെല്ലാം കൊഴിഞ്ഞ് താഴേക്ക് പറന്ന് കാറ്റത്ത് പറന്ന് പല ഏരിയകളിലും പോയിട്ട് ഇത് വിത്ത് വിതരണം നടക്കും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇലകളൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ മരമായതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ണത്തിൽ നല്ല ഹൈറ്റിൽ നല്ല ഭീമാകാരമായിട്ടുള്ള ഒരു മരമാണ് ഇതിന്. അതിൻ്റെ ആ സൈസ് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. മരത്തിൻ്റെ പേര് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല. ഈ മരത്തിൻ്റെ പേര് ചീനിമരം എന്നാണ് കേട്ടോ. നമ്മൾ ചീനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മരച്ചീനി, അതേപോലെ തന്നെ മുളകുണ്ടാകുന്ന ചീനി, അങ്ങനെയുള്ള പല ചെടികളുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് ചീനി മരം എന്നാണ്. ഇതിൻ്റെ സൈസ് നോക്കി അറിയാം. ഞാൻ ഇങ്ങനെ ഒരു ഹൈറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ അപ്പുറം ഇപ്പുറം എത്തില്ല, അത്രത്തോളം വണ്ണമുണ്ട്. ഇത് അത്രത്തോളം വണ്ണം വെച്ചിട്ടില്ല, ഇനിയും വണ്ണം വയ്ക്കാനുണ്ട്. അത്ര സൈസ് ആവുന്ന ഒരു മരമാണ്. ഇതിൻ്റെ പേര് ചീനി മരം, അതേപോലെ തന്നെ ചിനി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മരമാണ്. ഇത് കൂടുതലായിട്ട് ഫോറസ്റ്റ് ഏരിയകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് വളരുന്നത്, കാണപ്പെടുന്നത് ഫോറസ്റ്റ് ഏരിയകളിലാണ്. ഇത് കാട്ടിലൊക്കെ തന്നെ ധാരാളമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ, അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരൊക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലയും തൊലിയും ഒക്കെ പനി, നീർക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത്രത്തോളം ഹൈറ്റുള്ള ഒരു മരമായതുകൊണ്ട് തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ പറയില്ലേ, വലിയ പക്ഷികൾ, മലമുഴക്കി വേഴാമ്പൽ, അതേപോലെ തന്നെ തേനീച്ചകൾ, ഇവർക്കൊക്കെ കൂട് കൂട്ടാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു മരം എന്ന് പറയുന്നത്. ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ കാണുന്ന വേരുകളുണ്ടല്ലോ, താഴെ വേരുകൾ. ഇതിപ്പോൾ നമ്മൾ മണ്ണിട്ട് മൂടിയേക്കാണ്. ഈ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിങ് ഭാഗത്തേക്ക് മരത്തെ ഉറപ്പിച്ച്, കാരണം ഇത്രത്തോളം ബലമുള്ള വലിയ മരമായതുകൊണ്ട്, ഭയങ്കര വലിയ മരമല്ലേ, അതിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് താഴത്തേക്ക് നല്ല വേരുകൾ ഉണ്ടാവും. ആ വേരുകളാണ് ആ മരത്തെ, അതിൻ്റെ പ്രത്യേക ആകർഷണം എന്ന് പറയുന്നതും ആ വേരുകളൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കാതൽ കുറവാണ്. കാതൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ബലം, കാതലുള്ള തടിക്കാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടി എന്ന് പറയുന്നത്. ഇത് കാതൽ കുറവായതുകൊണ്ട് തന്നെ തടിക്ക് അത്രത്തോളം ബലം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ വള്ളങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ ചീനിമരം എന്ന് പറയാൻ കാരണം. ചീനിമരം ചീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ചീനിമരം എന്ന് പറയാനുള്ളൊരു കാരണം കൂടി. ഈ മരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ മരത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ പൂക്കൾ പൊഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത് കണ്ടോ, അതെ ഇതാണ് അതിൻ്റെ കായ്കൾ. അണ്ടാകൃതിയിൽ വരുന്ന ഒരു 4 അല്ലെങ്കിൽ 5 മില്ലിമീറ്ററൊക്കെ ഇത് വരത്തുള്ളൂ, വലിപ്പം വരത്തുള്ളൂ അതിൻ്റെ കായ്കൾക്ക്. ഇത് കാട്ടിലൂടെയാണ് കൂടുതലായിട്ടും ഇതിങ്ങനെ പറന്ന് പുതിയ പ്ലാന്റേഷൻസ് നടന്ന് അതിങ്ങനെ പറക്കുന്നത് കാണാൻ അതിനൊരു പ്രത്യേക കൗതുകമാണ്. കുട്ടികൾക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്, ഒരു പ്രത്യേക ഒരു സന്തോഷം, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക കൗതുകം തോന്നും ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പം നമുക്ക് തന്നെ ഇതിങ്ങനെ കുറേ എണ്ണങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കാറ്റത്ത് വന്ന് വീഴുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു കണ്ടോ, ആ മരത്തിലാണ് ഫുള്ളായിട്ട് അങ്ങനെ കിടക്കുന്നത്. ഇത് മൊത്തം ഈ വിത്തുകളാണ് കേട്ടോ, കാണുന്നത് ഫുള്ള് ഈ വിത്തുകളാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് കുഞ്ഞു ഇലകൾ വരുന്നുണ്ട്. അതിൻ്റെ ഇലകളാണെങ്കിലും ഒരു ഹാർട്ട് ഷേപ്പിലാണ് അതിൻ്റെ ഇലകൾ വരുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കാതൽ കുറവാണ്, അതേപോലെ തന്നെ ബലവും കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കനം കുറഞ്ഞ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക. അപ്പം നമ്മൾ നേരത്തെ പറയുന്നത് വള്ളം ഉണ്ടാക്കാൻ പറ്റുമെന്ന്, അതേപോലെ തന്നെ നമുക്ക് ഇത് തീപ്പെട്ടി നിർമ്മാണം, അതേപോലെ തന്നെ ചെറിയ ചെറിയ പെട്ടികളുടെ പാക്കിംഗ് പെട്ടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ നിർമ്മാണം, അതേപോലെ തന്നെ പ്ലൈവുഡിൻ്റെ നിർമ്മാണം, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തടിയാണ് നമ്മുടെ ഈ മരത്തിൻ്റെ തടി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കാടിൻ്റെ പ്രകൃതിദത്തമായ വായു സഞ്ചാരം, പ്രകൃതിദത്തമായ തണൽ, ഇതൊക്കെ നൽകാനായിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു മരങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രകൃതിയുടെ വിസ്മയങ്ങൾ നമ്മുടെ കാടുകളിലും നാടുകളിലും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു വിസ്മയമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട നമ്മുടെ ചീനി മരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.